ക്ലാസ്സിൽ നമ്മൾ +1 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ് ഡേറ്റ അല്ലെങ്കിൽ എന്താണ് ഇൻഫർമേഷൻസ്, ഇവ തമ്മിലുള്ള ഡിഫറൻസുകൾ എന്താണ്. നമ്മൾ ഏകദേശം ഒരു 4 ഡിഫറൻസും പഠിച്ചു. അതുപോലെ തന്നെ എന്താണ് ഡേറ്റ എന്ന് ക്ലിയർ ആയിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. അതുപോലെ തന്നെയാണ് എന്താണ് ഇൻഫർമേഷൻസ്, ദാറ്റ് ഈസ് ദ റോ ഫാക്റ്റിനെയാണ് നമ്മൾ ഡേറ്റ എന്ന് പറയുന്നുണ്ടെങ്കിൽ ഈ റോ ഫാക്റ്റുകൾ എന്ത് ചെയ്തു മീനിങ് ഫുൾ ആയിട്ട് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് നമ്മൾ ഇൻഫർമേഷൻ എന്ന് പറയുമെന്ന് ആ ഒരു പർട്ടിക്കുലർ വീഡിയോയിലൂടെ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം അല്ലെ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് ഡേറ്റ പ്രോസസ്സിംഗ്, ദാറ്റ് ഈസ് നമ്മൾ എന്താണ് ഡേറ്റകൾ എന്ത് പ്രോസസ്സ് ചെയ്തിട്ടാണ് ഇൻഫർമേഷൻ ആക്കുമെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് എന്താണ് ആ പ്രോസസ്സിംഗ് എന്ന് നമ്മൾ ക്ലിയർ ആയിട്ട് മനസ്സിലായിരിക്കണം. ദാറ്റ് ഈസ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാൻ പോകുന്നത് എന്താണ് ഡേറ്റ പ്രോസസ്സിംഗ്. ശ്രദ്ധിച്ച് സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഡേറ്റ പ്രോസസ്സിംഗ് എന്ന് നമ്മൾ പറയുമ്പോൾ ഇതൊരു വലിയൊരു കാര്യമൊന്നുമല്ല. ഇതിൽ പറയുന്നത് എന്താണ് ഡേറ്റ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് എന്താണ് ഇവിടെ പറയുന്നത്, the processing of converting data into information is called data processing. വെരി സിമ്പിൾ അല്ലേ. എന്താ പറയുന്നത്, നമ്മൾക്ക് കിട്ടിയ ഇൻഫർമേഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു, കൺവേർട്ട് ചെയ്ത് നമ്മൾ ഡേറ്റയാക്കി മാറ്റി കഴിഞ്ഞാൽ ഇത് ആ ഒരു പ്രോസസ്സ്, ആ ഒരു സ്റ്റെപ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഡേറ്റ പ്രോസസ്സിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും ഡേറ്റ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞ വലിയൊരു ഹാർഡ് ആയിട്ടുള്ള പാട്ടെന്ന് പറഞ്ഞിരിക്കുന്നത് വളരെ സിമ്പിൾ ആണ്, ഇതിൽ നിന്ന് തന്നെ മനസ്സിലാവും. അപ്പൊ ഈ ഡേറ്റ പ്രോസസ്സുമായി ബന്ധപ്പെട്ട് നമുക്ക് ബേസിക്കലി അറിഞ്ഞിരിക്കേണ്ട അതിന്റെ സ്റ്റെപ്സുകൾ ഏതെല്ലാമാണ്. ദാറ്റ് ഈസ് ഒരു പ്രോസസ്സാണെന്ന് നമുക്കറിയാം. അപ്പൊ ഈ പ്രോസസ്സ് ഏതൊരു പ്രോസസ് ആയാലും അതിൻ്റെതായ കുറെ സ്റ്റെപ്സുകളുണ്ട്. അപ്പൊ ഇവിടെ ഉപയോഗിക്കുന്ന സ്റ്റെപ്സുകൾ ഏതാണ്, അത് ഈ ഡേറ്റ പ്രോസസ്സിംഗ് ദാറ്റ് ഈസ് നമ്മൾ ഡേറ്റകളെ കൺവേർട്ട് ചെയ്ത് ഇൻഫർമേഷൻ ആക്കി മാറ്റുമ്പോൾ അതിന് ബിറ്റ്വീൻ അതിനിടയ്ക്ക് നടക്കുന്ന പ്രോസസ്സുകൾ ഏതെല്ലാമാണ്, അതിന് കുറച്ച് സ്റ്റെപ്സുകളുണ്ട്. ഏതെല്ലാമാണ് ഈ സ്റ്റെപ്സ് എന്ന് നമ്മൾ അറിയുന്നതിന് മുന്നേ തന്നെ നമുക്കൊരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ തീർച്ചയായിട്ടും വേണം. എന്താണ് ഇത് വേണ്ടത്, എന്താണ് ഡേറ്റ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ദാറ്റ് ഈസ് നമ്മൾക്ക് കിട്ടിയ ഡേറ്റകൾ, ദാറ്റ് ഈസ് 1, 2, 3 ഡേറ്റകൾ നമുക്ക് പല സോഴ്സുകളിൽ നിന്ന് കിട്ടാറുണ്ട്. ഈ ഡേറ്റകളെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ പ്രോസസ്സ് ചെയ്യുന്നു. പ്രോസസ്സ് ചെയ്തിട്ടാണ് നമുക്ക് എന്താക്കി മാറ്റുന്നത്, ഇൻഫർമേഷൻ ആക്കി മാറ്റുന്നത്. അപ്പൊ ഈ ഒരു ബിറ്റ്വീൻ ദാറ്റ് ഈസ് ഡേറ്റയുടെയും അതുപോലെ തന്നെ ഇൻഫർമേഷന്റെയും ഇടയിൽ പ്രവർത്തിക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഇവിടെ അറിയപ്പെടുന്നത് ഡേറ്റ പ്രോസസ്സിംഗ് എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ ഈ ഡേറ്റ പ്രോസസ്സുമായി ബന്ധപ്പെട്ടുള്ള മെയിൻ ആയിട്ടുള്ള സ്റ്റെപ്സുകൾ ഏതെല്ലാമാണെന്നാണ് ഇന്ന് നമ്മൾ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ബേസിക്കലി ഒരു 5-6 സ്റ്റെപ്സ് ഉണ്ട്. അതിൽ നമ്പർ 1 എന്താ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്, ക്യാപ്ചറിങ് ഡേറ്റ. ക്യാപ്ചർ ചെയ്യുക എന്ന് വെച്ചാൽ കളക്ട് ചെയ്യുക എന്നുള്ള മീനിങ് മാത്രമേ ഉള്ളൂ. എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, യൂഷ്വലി കളക്ടഡ് ഡേറ്റ ത്രൂ പ്രീ ഡിസ്ക്രൈബ്ഡ് ഫോർമാറ്റ്. നമ്മളൊരു ഡേറ്റ കളക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ആവശ്യം, ദാറ്റ് ഈസ് നമ്മുടെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ആവശ്യവുമായി ബന്ധപ്പെട്ട ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയാണ് നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യുന്നത്. അപ്പൊ ഈ ഡേറ്റ ഏത് രീതിയിൽ കളക്ട് ചെയ്യുന്നത് മുൻകൂട്ടി നമ്മൾ പ്രീ ഡിറ്റർമിൻ ചെയ്ത് മുൻകൂട്ടി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കും. അതേ രീതിയിലായിരിക്കും നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യുന്നത്. സപ്പോസ് എന്ത് ചെയ്യുന്നത്, നമുക്ക് നേരിട്ട് ചോദിക്കുന്ന ഡേറ്റ ആണെങ്കിൽ നേരിട്ട് തന്നെ ചോദിക്കുക. ചിലതെന്ന് വെച്ചാൽ വേറെ ആരെങ്കിലും നിന്ന് ഡിപ്പെൻഡ് ചെയ്ത്, ദാറ്റ് ഈ സെക്രട്ടറി ഡേറ്റ കളക്ട് ചെയ്താണ് നമ്മൾ ഡിസിഷൻ മേക്കിങ്ങിൽ ആ രീതിയിൽ നമ്മൾ കളക്ട് ചെയ്യാൻ ശ്രമിക്കും. ഇതുപോലെ പ്രീ ഡിറ്റർമിൻഡ് മുൻകൂട്ടി തീരുമാനിച്ചിരിക്കും ഏത് രീതിയിൽ നമുക്ക് ഡേറ്റ കളക്ട് ചെയ്യണമെന്ന്. അപ്പൊ അതുപോലെ അതിലൂടെ നമ്മൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഡേറ്റ നമ്മൾ കളക്ട് ചെയ്യാണ് വേണ്ടത്. സെക്കൻഡ് പാർട്ട് എന്താ ഇവിടെ പറയുന്നത്, ഇൻപുട്ട്. എന്താ ഇവിടെ ഇൻപുട്ട് എന്ന് ഉദ്ദേശിക്കുന്നത്, കളക്ടഡ് ഡേറ്റ ഈസ് ഫീഡഡ് ഇൻ ടു ദ കമ്പ്യൂട്ടർ. ദാറ്റ് ഈസ് നമുക്ക് ഡേറ്റ ഓൾറെഡി കളക്ട് ചെയ്ത് കഴിഞ്ഞു. ഈ കളക്ട് ചെയ്ത ഡേറ്റ എന്ത് ചെയ്യണം, നമ്മുടെ കമ്പ്യൂട്ടറിൽ എന്ത് ചെയ്യണം, ഇൻപുട്ട് ചെയ്ത് കൊടുക്കണം. ഇൻപുട്ട് ചെയ്യാൻ വേണ്ടി ഒരുപാട് ഡിവൈസുകളുണ്ട്. ഇൻപുട്ട് ഡിവൈസ് നമ്മൾ അതിനെ അറിയപ്പെടും. അതിനെക്കുറിച്ച് നമുക്ക് ഇനി ക്ലിയർ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനിരിക്കുന്നതേ ഉള്ളൂ. സോ ഇൻപുട്ട് ഡിവൈസിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഈ കളക്ട് ചെയ്ത ഡേറ്റകൾ നമ്മൾ എന്ത് ചെയ്യുന്നു, കമ്പ്യൂട്ടറിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നു, ഇൻപുട്ട് ചെയ്യുന്നു. ഇതാണ് നമ്മുടെ ഇവിടെ സെക്കൻഡ് സ്റ്റെപ്സ് ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. തേർഡ് സ്റ്റെപ്പ് എന്താ പറയുന്നത്, സ്റ്റോറേജ് ഓഫ് ഡേറ്റ. നമ്മൾ ഇൻപുട്ട് ചെയ്ത ഡേറ്റ എന്ത് ചെയ്യണം, കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്ത് വെക്കണം. സ്റ്റോർ ചെയ്യിക്കാൻ വേണ്ടി മെമ്മറിയുടെ കപ്പാസിറ്റി നമ്മൾ അളന്നുകൊണ്ടാണ് നമ്മൾ എവിടെ സ്റ്റോർ ചെയ്യണം അല്ലെങ്കിൽ ഏത് രീതിയിൽ സ്റ്റോർ ചെയ്യുന്നു എന്നുള്ള ഡിസിഷനിൽ എത്തുന്നത്. അപ്പൊ ഇവിടെ എന്താ പറയുന്നത്, ഫോർ പ്രോസസിംഗ് ആൻഡ് ഫ്യൂച്ചർ യൂസ് ഡേറ്റ ഈസ് സ്റ്റോർഡ് ഇൻ ദ കമ്പ്യൂട്ടർ മെമ്മറി. അതായത് കമ്പ്യൂട്ടർ മെമ്മറിയിൽ നമ്മൾ ക്ലിയർ ആയിട്ട് എന്തെങ്കിലും സ്റ്റോർ ചെയ്യണം. അത് പ്രൈമറി സ്റ്റോർ ചെയ്യണോ സെക്കൻഡറി സ്റ്റോർ ചെയ്യുന്നത് ഡിപ്പെൻസ് ആണ്. നമ്മുടെ ആവശ്യം അനുസരിച്ചാണ് നമ്മൾ എവിടെ സ്റ്റോർ ചെയ്യണം എന്നുള്ളത് ഡിസിഷൻ എടുക്കുന്നത്. നാലാമത്തെ പോയിന്റ് ഇവിടുത്തെ എന്താണ്, നാലാമത്തെ സ്റ്റെപ്സ് ആയിട്ട് നമുക്ക് ഇവിടെ പറയാൻ പറ്റുന്നത് മാനിപ്പുലേറ്റിംഗ് ഡേറ്റ. ദാറ്റ് ഈസ് പ്രോസസിംഗ് ആണ് അല്ലേ. നമ്മളിവിടെ ആക്ച്വൽ പ്രോസസ്സിലോട്ട് വരികയാണ്. നമുക്ക് കിട്ടിയ ഡേറ്റകൾ എന്ത് ചെയ്യുന്നു, പ്രോസസ്സ് ചെയ്യുന്നു. പ്രോസസ്സ് ചെയ്യുന്ന വെച്ചാൽ നമുക്ക് കിട്ടുന്ന ഡേറ്റകൾ വെച്ച് ഇറ്റ്സ് നോട്ട് മീനിങ് ഫുൾ ആയിരിക്കില്ല. ഈ ഡേറ്റകൾ നമ്മൾ അതിന്റെ രീതിയിൽ അറേഞ്ച് ചെയ്ത് വെക്കുന്നു, അതിന്റെ രീതിയിൽ മീനിങ് ഫുൾ ആയിട്ട് അറേഞ്ച് ചെയ്ത് വെക്കുന്നു. അപ്പൊ അതിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന പല പ്രോസസ്സ് നമ്മൾ ഉപയോഗിക്കേണ്ടതുണ്ട്. ദാറ്റ് ഈസ് കാൽക്കുലേഷൻ പാർട്ട് ഉണ്ടാവും, ലോജിക്കൽ പാർട്ടുകൾ ഉണ്ടാവും. ഇതെല്ലാം കൂടെ വെച്ച് ആ ഒരു പ്രോസസ്സിംഗ് പാർട്ടിനെയാണ് നമ്മൾ ഇവിടെ എന്താ പറയുന്നത്, മാനിപ്പുലേറ്റിംഗ് ഡേറ്റ എന്ന് പറയുന്നത്. വേരിയസ് ഓപ്പറേഷൻസ് ലൈക്ക് കാൽക്കുലേഷൻ, ക്ലാസിഫിക്കേഷൻ, സോർട്ടിംഗ്, ഫിൽറ്ററിംഗ്,
then summarizing etc. are carried out. ഇവിടെയാണ് നമ്മളത് ചെയ്യുന്നത്. നമ്മൾ എന്ത് ചെയ്യുന്നു? കാൽക്കുലേറ്റ് ചെയ്യുന്നു. എന്താണ് ഈ ഒരു വേരിയസ് ഓപ്പറേഷൻസ് എന്താണെന്ന് ഞാൻ ഈ വീഡിയോയിൽ തന്നെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ ക്ലിയർ ആയിട്ട് മാനിപ്പുലേഷൻ എന്താണെന്ന് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിൽ അഞ്ചാമത്തെ പോയിന്റ് ഇവിടെ എന്താ പറയുന്നത്? ഔട്ട്പുട്ടിങ് ദ റിസൾട്ട്. നമ്മൾക്ക് കിട്ടിയ ഇൻപുട്ടിനെ പ്രോസസ്സ് ചെയ്ത് അത് ഔട്ട്പുട്ട് ആയിട്ട് കൊണ്ടുവരണം. ദാറ്റ് ഈസ് കമ്പ്യൂട്ടറിൽ നമ്മൾ മാനിപ്പുലേഷൻ നടത്തി, ദാറ്റ് ഈസ് നമ്മുടെ ഇഷ്ടാനുസരണം അതിന് മാറ്റങ്ങളൊക്കെ വരുത്തി നമ്മളൊരു ഔട്ട്പുട്ട് റിസൾട്ടിലോട്ട് കൊണ്ടെത്തിക്കണം. എങ്ങനെ എത്തിക്കുന്നത്? ദ ഇൻഫർമേഷൻ ഒബ്റ്റെയിൻഡ് ഫ്രം പ്രോസസിംഗ് ദ ഡേറ്റ ഈസ് ഔട്ട്പുട്ട്. നമ്മൾ കൊടുത്ത ഇൻഫർമേഷൻ അതിനെ പ്രോസസ്സ് ചെയ്തിട്ടാണ് നമ്മൾ ഔട്ട്പുട്ട് ആയിട്ട് സ്വീകരിക്കുന്നത്. ദ യൂസർ അക്കോർഡിംഗ് ടു ഹിസ് നീഡ്സ്. ആ വ്യക്തിയുടെ ആവശ്യാനുസരണം നമ്മൾ എന്ത് ചെയ്യുന്നു? ഔട്ട്പുട്ട് ആയിട്ട് നമ്മൾ കമ്പ്യൂട്ടറിൽ നിന്ന് അതിനെ ശേഖരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് അഞ്ചാമത്തെ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ. പിന്നെ ആറാമത്തെ ഇവിടെ എന്താ പറയുന്നത്? ആറാമത്തെ പറയുന്നത് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻഫർമേഷൻസ്. നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തു? ഇൻപുട്ട് ചെയ്ത് പ്രോസസ്സ് ചെയ്ത് ദെൻ ഔട്ട്പുട്ട് ആയിട്ട് എടുത്ത ആ ഒരു ഔട്ട്പുട്ട് വെച്ചുകൊണ്ടാണ് ഡിസിഷൻ മേക്കിംഗ് എടുക്കുന്നത്. അപ്പൊ ഡിസിഷൻ മേക്കിംഗ് എടുക്കാൻ ആരാണോ ഡിസിഷൻ മേക്കിംഗ് എടുക്കുന്നത് അവരുടെ കയ്യിൽ കൊണ്ട് എത്തിക്കുക. ഇതാണ് അവസാനത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഇൻഫർമേഷൻ ഈസ് ഒബ്റ്റെയിൻഡ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ടു ദ യൂസർ ടു ടേക്ക് ഡിസിഷൻ ഓർ സോൾവ് എ പ്രോബ്ലം. അതായത് പ്രോബ്ലം എന്താണ് നമ്മൾ ഉദ്ദേശിച്ച് ഡേറ്റ കളക്ട് ചെയ്തത്, ആ ഒരു പർട്ടിക്കുലർ പ്രോബ്ലം സോൾവ് ചെയ്യാനോ അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ഡീറ്റെയിലുമായി ബന്ധപ്പെട്ട ഡിസിഷൻ എടുക്കാനാണ് നമ്മൾ അവസാനത്തെ സ്റ്റെപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ ഒരു 6 സ്റ്റെപ്സ് ആണ് നമ്മൾ സാധാരണ ഡേറ്റ പ്രോസസ്സുമായി ബന്ധപ്പെട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ അറിഞ്ഞിരിക്കേണ്ടത്. പരീക്ഷ പേപ്പറിൽ വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ്. ഇതിൽ നമുക്ക് മെയിൻ ആയിട്ട് വരുന്നത് മാനിപ്പുലേറ്റിംഗ് ഡേറ്റ. അപ്പൊ എന്താണ് മാനിപ്പുലേറ്റിംഗ് ഡേറ്റ എന്ന് ഒരു ക്ലിയർ പിക്ചർ നമുക്ക് ഉണ്ടായിരിക്കണം. ഇവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്താണ് മാനിപ്പുലേറ്റിംഗ് മീൻസ് എന്താണ്, കുറച്ച് വേർഡ്സുകൾ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അതെന്താണെന്ന് നമുക്ക് ഇവിടെ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ദാറ്റ് ഈസ് വേരിയസ് ആക്ടിവിറ്റീസ് ഇൻ ഡേറ്റ മാനിപ്പുലേഷൻ. ഡേറ്റ മാനിപ്പുലേഷനുള്ള മെയിൻ ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്താണ്, മെയിൻ ആയിട്ടുള്ള ആക്ടിവിറ്റികൾ എന്താണ് പറയുന്നത്. വേരിയസ് ആക്ടിവിറ്റീസ് ഡേറ്റ പ്രോസസ് ആർ ഏതൊക്കെയാണ്? നമ്പർ 1 ക്ലാസിഫിക്കേഷൻ. ദാറ്റ് ഈസ് നമുക്ക് കളക്ട് ചെയ്ത ഡേറ്റകൾ എന്ത് ചെയ്യുന്നു? സിമിലാരിറ്റി അനുസരിച്ച് ഓർഗനൈസ് ചെയ്യുന്നു, കളക്ട് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്ലാസിഫിക്കേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ഈസ് ക്ലാസിഫൈയിങ് ഡേറ്റ ഇൻടു ഗ്രൂപ്പ് ഈസ് കാൾഡ് ക്ലാസിഫിക്കേഷൻ. അതായത് ഡേറ്റകൾ നമ്മൾ എന്ത് ചെയ്യുന്നു? അതിന്റെ സിമിലാരിറ്റി അനുസരിച്ച് നമ്മൾ ഓർഗനൈസ് ചെയ്യുന്നു. ഇതിനെയാണ് നമ്മൾ എന്തറിയപ്പെടുന്നത്? ക്ലാസിഫിക്കേഷൻ എന്ന ആ ഒരു വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെക്കൻഡ് വൺ എന്താണ് പറയുന്നത്? കാൽക്കുലേഷൻ. വെരി സിമ്പിൾ, നമുക്ക് എല്ലാവർക്കും നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് കാൽക്കുലേഷൻ അല്ലെ. കാൽക്കുലേഷൻ പാർട്ട് എന്താണ്? അഡിഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, ഇങ്ങനെ എക്സെട്രാ എക്സെട്രാ. ഇത് ചെയ്യുന്നതിന് ആ ഒരു പർട്ടിക്കുലർ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കാൽക്കുലേഷൻ. അരിത്തമെറ്റിക്കൽ മാനിപ്പുലേഷൻ ഓഫ് ഡേറ്റ ഈസ് കാൾഡ് കാൽക്കുലേഷൻ. ദാറ്റ് ഈസ് അരിത്തമെറ്റിക്കലുമായി ബന്ധപ്പെട്ട മാത്തമെറ്റിക്കൽ ടൂളുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിനെയാണ് നമ്മൾ ടെക്നിക്കലി അറിയപ്പെടുന്നത് കാൽക്കുലേഷൻ എന്നുള്ള പേരുകൊണ്ട് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത്. മൂന്നാമത്തെ എന്താണ് പറഞ്ഞത്? സോർട്ടിംഗ്. സോർട്ടിംഗ് നമ്മൾ എപ്പോഴും റെഗുലർലി യൂസ് ചെയ്യുന്ന വേർഡാണ്. സോർട്ട് ചെയ്യുക, ദാറ്റ് ഈസ് അറേഞ്ച് ചെയ്യുക. 1 2 3 4 5 6 ഇത് നമ്മുടെ സോർട്ടിങ്ങിന് എക്സാമ്പിൾ ആണ്. ദാറ്റ് ഈസ് നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് അറേഞ്ച് ചെയ്ത് വെക്കുന്നതിനാണ് സോർട്ടിംഗ് എന്നുകൊണ്ട് പറയുന്നത്. അറേഞ്ചിങ് ഡേറ്റ ഇൻ എ സീക്വൻഷ്യൽ ഓർഡർ അല്ലെങ്കിൽ സീക്വൻസ് ഈസ് കാൾഡ് സോർട്ടിംഗ് എന്നാണ് പറയുന്നത്. അഞ്ചാമത്തെ ഇവിടെ എന്താ പറയുന്നത്? സമ്മറൈസിങ്. സമ്മറൈസ് ചെയ്യുക, സമ്മപ്പ് ചെയ്യുക. ദാറ്റ് ഈസ് അതിന്റെ എൻഡ് റിസൾട്ട് ആണ്. ദാറ്റ് ഈസ് എന്ത് ചെയ്യുന്ന ആ ഒരു പ്രോസസ് ചെയ്ത ഐറ്റങ്ങളെല്ലാം എന്ത് ചെയ്യുന്നു? അതിന്റെ ഡിസിഷൻ മേക്കിംഗ് ഒരു പാർട്ടായിട്ട് എൻഡ് റിസൾട്ടിലോട്ട് എത്തിപ്പെടുന്നു. ഇതിനെയാണ് നമ്മൾ സമ്മറൈസിംഗ് എന്ന് പറയുന്നത്. ഇതിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്? റെഡ്യൂസിംഗ് ഡേറ്റ ഇൻ യൂസ്ഫുൾ ആൻഡ് കോൺഷ്യസ് ഫോം ഈസ് കാൾഡ് സമ്മറൈസിംഗ്. നമ്മൾക്ക് ആവശ്യമുള്ള, അതായത് ഓൾറെഡി റോ ഫാക്റ്റ് ആയിട്ട് കിട്ടിയെന്ന് ആവശ്യമുള്ള കാര്യങ്ങൾ എടുത്തു ബാക്കിയെല്ലാം എന്ത് ചെയ്യുന്നു? റിജക്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ആവശ്യം നിറവേറ്റാൻ വേണ്ടി ആ ഒരു രീതിയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന പർട്ടിക്കുലർ ആക്ടിവിറ്റിയാണ് നമ്മളിവിടെ സമ്മറൈസിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സമ്മറൈസിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ മെയിൻ ആയിട്ട് നമ്മൾ ഡേറ്റ പ്രോസസ്സിങ്ങുമായി ബന്ധപ്പെട്ട് സിമ്പിൾ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. ഡേറ്റ പ്രോസസ്സിങ്ങുമായി ബന്ധപ്പെട്ട് അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട അതിന്റെ സ്റ്റെപ്സുകളാണ്. ഈ സ്റ്റെപ്സുകളിൽ മെയിൻ ആയിട്ടുള്ള ഒരു പ്രോസസ്, മെയിൻ ആയിട്ടുള്ള സ്റ്റെപ്സ് ആണ് മാനിപ്പുലേറ്റിംഗ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് മാനിപ്പുലേറ്റിംഗ് മീൻസ് പ്രോസസിംഗ് എന്നുള്ള വേർഡ് മീനിങ് മാത്രമാണ്. അപ്പൊ അവിടെ പ്രോസസ് ചെയ്യുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ മെയിൻ ആയിട്ട് നമ്മൾ ആക്റ്റീവായിട്ട് ചെയ്യുന്നത്. ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഇവിടെ ഞാൻ നിങ്ങളെ മുന്നിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തുതരം സംശയം ഉണ്ടെങ്കിലും നിങ്ങൾ മറക്കാതെ നിങ്ങൾ തന്നെ ചോദിക്കാം. തീർച്ചയായിട്ടും അതിന് ഞാൻ മറുപടി തന്നിരിക്കുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുകയും അതുപോലെ തന്നെ എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ദെൻ ബെൽ ഐക്കണും അമർത്തിയാൽ മാത്രമേ ഇനിയുള്ള പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. സോ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും